ഹലോ അമ്മ എന്താ ഫുഡ്? ചോറും മീൻ പൊരിച്ചതും സാമ്പാറും. മത്തിയ കറില്ലേ? ആ മത്തിയാ. മരുന്ന് നിന്നോ, ഞാൻ പുറത്തു നോക്കാം. ഈ വരുന്നില്ലേ? ഹലോ എടാ വാ മതിക്ക് പോവാ. ഇന്നലെ പോയേ. എടാ ഇന്നലെ വീട്ടില് ഫുഡ് ഇല്ല, അതുകൊണ്ട് പോയി. ഇന്ന് ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല, അവിടെ വീണ്ടും പോണം. വാ. എടാ പൈസ ഉണ്ടോ? അതൊക്കെ പോകുമ്പോ റെഡിയാക്കാ. വാ. എടാ എന്റെ വാപ്പാക്ക് വിളിച്ചു നോക്ക്, തരൂലേ? മൂപ്പരം തരില്ല, ഇത്രയും പ്രായമായിട്ട് ഞാൻ ശരിയാവൂല. പിന്നെ മൂപ്പരാണ് പൈസ തന്നെ ആണെന്നല്ല, ഞാൻ എപ്പോഴും മരുന്ന് വാങ്ങല്. ഇന്നിപ്പോ പറ്റില്ലല്ലോ. വാ പോവാ, അതിന്റെ മുന്നേ കാണേ. അതെന്താ? എന്തിനാ ഇത് കാണിക്കണേ? ഇവരൊന്നും വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാതെ ഇങ്ങനെ ആയതല്ല. ഇവര് നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് ഇങ്ങനെ ആയതാ. ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടാകുമ്പോഴാണ് നമ്മള് വീട്ടിലത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഹോട്ടലിൽ പോയി കഴിക്കുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യണല്ല. ഇന്ന് മാത്രം പുറത്തു പോവാ. എന്തായാലും മേഡം അങ്ങനെ പറഞ്ഞതല്ലേ, പിന്നെ പോകൂല. അതൊക്കെ പോട്ടെ, ഇതെന്താ പറഞ്ഞ് വാപ്പ പൈസ തരില്ല? എനിക്ക് എപ്പോഴെങ്കിലും വാപ്പാണ്ട് പൈസ ചോദിച്ചുക്കണോ? ഇല്ല, കൊറേ ആയി. എടാ തരൂലടാ. വിളിച്ചോക്കറേ. ഹലോ ഹലോ പാപ്പ, എന്താടാ? 200 റുപ്യ ഉണ്ടാവും. എന്തിനാ? ഫുഡ് കഴിക്കാനേ. ഒറ്റക്ക പോണേ? അല്ല, ഋതു അബുണ്ട്. ആ 200 കൊണ്ട് എന്താവനടാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ 1000 റുപ്യ ഇട്ടുതരാം, ബാക്കി ഉണ്ടെങ്കിൽ വെച്ചോ. ഹലോ. ആ വേണ്ടപ്പാ, പിന്നെ പോയിക്കോളാം. അല്ല പോയി കഴിച്ചോ? അല്ല കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം. ആ എന്നാ എപ്പോ വേണ്ട വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ. ശരി. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ എന്റെ അമ്മക്കൊന്ന് വിളിച്ചോക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് വിളിച്ചിട്ട് ചോറുന്ന വരുന്നുണ്ടെന്ന് പറഞ്ഞോക്കാം. അത് വേണോ? എനിക്കൊന്ന് ഫുഡ് വേണ്ട. പറഞ്ഞോക്ക്. ഹലോ അമ്മ, ചോറ് കൊണ്ടുവെക്കോ? ഞാൻ വരാം. ഉമ്മാലുട്ടി വാ, ഞാൻ വിളമ്പി വെക്കാം. വരുമ്പോ ചിക്കൻ എടുത്തിട്ട് വാ, നാളെ ബിരിയാണി ഉണ്ടാക്കി തരാം കേട്ടോ. ആ എടാ നമ്മളീ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം രണ്ടാവുള്ളൂ, നമ്മളെ വാപ്പയമ്മ. ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കാതെ പോയത്.